അല്ല അതാ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഒരിക്കലും ഓടി നടന്നിട്ടില്ല. ഇല്ല, ഇപ്പോൾ നടക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങിക്കൊടുക്കാതെ വരും എന്നുള്ളൊരു? അത് അവരോട് ചോദിക്കുന്നല്ലേ നല്ലത്. എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ അവരെ മനസ്സിൽ ഈ കണക്ക് പറയാൻ കഴിയുക? ഞാൻ ഓടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ. ഞാനിപ്പോ കാറിലല്ലേ വന്നത്. കെ സുധാകരന്റെ ആ ശരീരഭാഷ കണ്ടോ? ആദ്യം മുതലേ മാധ്യമപ്രവർത്തകരോട് ചിരിച്ചും കളിച്ചും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തമാശയായി മറുപടി പറഞ്ഞുമുള്ള കെ സുധാകരന്റെ പ്രകടനം. ഇങ്ങനെയൊന്നുമല്ല കെ സുധാകരനെ മാധ്യമ സമ്മേളനങ്ങളിൽ നമ്മൾ കാണാറുള്ളത്. കുറച്ചു ചാടുന്ന, ഗർജിക്കുന്ന, വളരെ ഷാർപ്പായി ഉത്തരം പറയുന്ന, മാധ്യമപ്രവർത്തകരോട് ചൂടായി സംസാരിക്കുന്ന കെ സുധാകരനെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അദ്ദേഹം ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് സ്വന്തം സഹപ്രവർത്തകരോട് ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരം പറഞ്ഞും മാധ്യമ സമ്മേളനം രസകരമായ ഒരു അനുഭവമാക്കി മാറ്റുകയാണ് കെ സുധാകരൻ ചെയ്തത്. എന്തുകൊണ്ടാകാം ഇത്? ഒരു സംശയവുമില്ല, ഞാൻ ജയിച്ചിരിക്കുന്നു. എന്നെ പിടിക്കാൻ, എന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് താഴെ ഇറക്കാൻ കളിച്ചവരോട് ഇതാ കണ്ടോടാ എന്ന രൂപത്തിലാണ് കെ സുധാകരൻ്റെ ഓരോ പെരുമാറ്റവും ശരീരഭാഷയും നാം കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം പ്രേക്ഷകർക്ക് കാണാനും കഴിയും. ഒരു ഘട്ടത്തിൽ VD സതീശനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അപ്പോൾ പറയുന്ന മറുപടിയുണ്ട്. കൂടെ MM ഹസനെ കുറിച്ചും ചോദിക്കുന്നു. MM ഹസനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കൂടിയുണ്ട്. നമുക്ക് അവിടുന്ന് തുടങ്ങാം. എന്താണ് കെ സുധാകരൻ പറഞ്ഞത് എന്ന്. ഈ പ്രസിഡന്റ് കഴിഞ്ഞ നേതൃയോഗത്തിൽ ഈ പദവി സ്വാഭാവികമായിട്ടും കൈമാറിയിരുന്നെങ്കിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാവുമായിരുന്നു. വിവാദമൊന്നും ഉണ്ടാക്കില്ലല്ലോ. എന്ത് വിവാദം? നിങ്ങൾ ഉണ്ടാക്കിയ 4 വിവാദം അല്ലാതെ വേറെ ഏടിയ വിവാദം പാർട്ടിക്കകത്ത് വല്ല വിവാദം ഉണ്ടാ? ഒന്നുമില്ല. ശാന്തം പാപം. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും കൂടി ഇവിടെ ഉണ്ടാകണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ എന്നും ആഗ്രഹിക്കുന്നു. അസം മാത്രമല്ല, എല്ലാ നേതാക്കന്മാരും എൻ്റെ കൂടി ഉണ്ടാകുന്ന ചുമതല കൈമാറുമ്പോ അതെ SN മാത്രമല്ലെന്നേ, ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രതിപക്ഷ നേതാവ് തിരക്കിലാണ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ. അയാൾക്ക് പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് പാർട്ടിക്കകത്ത് ഒരു ചെറിയ സംഭവമാണ് ഈ ചാർജ് എടുക്കുക എന്നൊക്കെ പറയുന്നത്. നിങ്ങളത് വലുതാന്നും കണ്ട് മനസ്സിലാക്കുന്നില്ല. ആണ് അത് അതൊക്കെ നിശ്ചയിക്കുന്നത് അവരവർക്കല്ലേ. ചെറുത് ചെയ്ത് വലുത് എന്നൊക്കെ അവരവരല്ലേ നിശ്ചയിക്കേണ്ടത്. അത് നമ്മളാരല്ലോ. KPCC പ്രസിഡന്റ് സ്ഥാനം MM ഹസൻ ഒന്ന് മോഹിച്ചു പോയോ? ഇതാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. എന്തായിരുന്നു മറുപടി? അങ്ങനെ വല്ല മോഹമുണ്ടോ എന്ന് MM ഹസനോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഉണ്ടെങ്കിലും ഹസൻ അത് പറയാനിടയില്ല എന്ന് പറഞ്ഞ് ഹസനെ കളിയാക്കി വിടുന്നു കെ സുധാകരൻ. ഹസനോട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേണ്ടതായിരുന്നു, എല്ലാ നേതാക്കളും ഇവിടെ ഇന്ന് വരേണ്ടതായിരുന്നു, അവർ വന്നില്ല, തിരക്കുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും MM ഹസനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ. അതോടൊപ്പം VD സതീശനെ കുറിച്ച് പറഞ്ഞതോ? എന്തുകൊണ്ടാണ് VD സതീശൻ എത്താതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ക്ലാസിക് മറുപടി. അത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം. പ്രതിപക്ഷ നേതാവ് തിരക്കിലാണ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ. അയാൾക്ക് പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹം എന്ന് വെച്ചാൽ VD സതീശൻ തിരക്കിലാണ്. അദ്ദേഹം ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, ഇതാണ് പ്രയോഗം. അദ്ദേഹം ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, തിരക്കിലായിരിക്കും എന്നാണ് കെ സുധാകരന്റെ കളിയാക്കൽ. തികച്ചും തീർത്തും കളിയാക്കുകയാണ് VD സതീശനെ. തന്നെ താഴെ ഇറക്കാൻ ശ്രമിച്ചതിൽ ഒരാൾ VD സതീശനാണ് എന്ന് കൃത്യമായും തിരിച്ചറിയുന്നുണ്ട് കെ സുധാകരൻ. VD സതീശൻ മാത്രമല്ല, കേരളത്തിലെ പ്രമുഖരായ എല്ലാ കോൺഗ്രസ് നേതാക്കളും കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കെ സുധാകരനോടൊപ്പം ഒരു നേതാവ് മാത്രമേ ഉള്ളൂ, അത് രമേശ് ചെന്നിത്തലയാണ്. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കെ സുധാകരനോടൊപ്പം കൂടുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഉത്തരവുമുണ്ട്. അത് VD സതീശനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഇനി VD സതീശനെതിരെയുള്ള പോര് നയിക്കുക കെ സുധാകരനായിരിക്കും. പിറകിലാരായിരിക്കും? രമേശ് ചെന്നിത്തലയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് രൂപം കൊണ്ടിരിക്കുന്നു. കെ സുധാകരനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഗ്രൂപ്പ്. മറുപുറത്ത് ആരാണ്? VD സതീശനും കൂട്ടുകാരും KC വേണുഗോപാൽ അടക്കമുള്ളവരുമുണ്ട്. KC വേണുഗോപാൽ അതിനിടയിൽ കെ സുധാകരനെ തിരിച്ച് KPCC പ്രസിഡന്റ് ആക്കാതിരിക്കാനുള്ള ചില നീക്കങ്ങളെ
ആ നീക്കങ്ങൾ സ്വാഭാവികമാണ്, അതിന് പ്രത്യേകമായ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കോൺഗ്രസിനകത്ത് അത്തരമൊരു പ്രശ്നമേ ഇല്ല എന്നൊക്കെ പറയാൻ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന കാഴ്ച നാം കണ്ടതാണ്. മാധ്യമപ്രവർത്തകരോട് രോഷത്തോടെ സംസാരിക്കുന്നത് നാം കണ്ടതാണ്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. സുധാകരൻ ഈ വിഷയത്തിൽ പറഞ്ഞേക്കുന്നത് അങ്ങനെയൊന്നും തന്നെ പറഞ്ഞുവിടാൻ പറ്റുന്ന ആളല്ലാന്നാണ്. നിങ്ങൾ അങ്ങനെ ഞാൻ സുധാകരന്റെ ഇപ്പൊ ഞാൻ നേരിട്ട് കേട്ടതാണ്. അങ്ങനെയൊന്നും എന്നെ പറഞ്ഞുവിടാൻ കഴിയില്ല എന്നാണ് സുധാകരൻ എന്ന് അല്ല ഞാൻ സുധാകരൻ പറഞ്ഞ് താങ്കൾ കേട്ടിട്ടില്ല. ഇല്ല കേട്ടിട്ടു. ഞാൻ അവിടെ അകത്തിരുന്ന് കേട്ടിട്ടാ വന്നു. അകത്തിരുന്ന് കേട്ടിട്ടാ വന്നു. സുധാകരൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു, ഹസൻ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ഈ കുത്തി ചോദിച്ചു നിങ്ങളെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടാണോ എന്ന്. അപ്പോഴുള്ള മറുപടിയാണ് കുത്തി ചോദിക്കാറ്. എന്തിനാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, എന്തിനാ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്? നേരിട്ടൊരാളെ തിരിച്ചെടുത്തു എന്നുള്ള പരാതി കൂടി പറഞ്ഞിട്ടുണ്ട് സുധാകരൻ. അതൊന്നും ചർച്ച ചെയ്യേണ്ട ആളല്ല ഞാനിവിടെ. അതൊക്കെ അവിടെ ചർച്ചയും തീരുമാനിക്കും. അത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ. കെ സുധാകരൻ വിജയശ്രീലാളിതനായി KPCC ഓഫീസിൽ തിരിച്ചെത്തിയിരിക്കുന്നു. വി.ഡി. സതീശനും എം.എം. ഹസനും KPCC ഓഫീസിലേക്ക് പോയതേയില്ല. എം.എം. ഹസൻ തീർച്ചയായും പോകേണ്ടതായിരുന്നു. അദ്ദേഹമാണ് ആക്ടിംഗ് KPCC പ്രസിഡന്റ്. അദ്ദേഹമാണ് അധികാരം കൈമാറേണ്ടത്. അധികാരം കൈമാറുക എന്നൊക്കെ പറയുന്ന ചടങ്ങൊന്നുമില്ല എന്ന് കെ സുധാകരൻ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാലും എന്തൊക്കെയായിരുന്നു ഇന്നലെ നടന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്തൊക്കെയാണ്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബാക്കിയുള്ളത് എന്നൊക്കെയുള്ള ഒരു കൂടിയാലോചന, ചർച്ച ഒക്കെ നടത്തേണ്ടേ ആക്ടിംഗ് KPCC പ്രസിഡന്റും KPCC പ്രസിഡന്റും തമ്മിൽ? അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രീതി. പക്ഷേ എം.എം. ഹസൻ KPCC ഓഫീസിലേക്ക് പോയതേയില്ല എന്നതാണ് വസ്തുത. എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കെ സുധാകരൻ വിജയശ്രീലാളിതനായി KPCC പ്രസിഡന്റിന്റെ ചുമതലയിലേക്ക് വരുന്നു. രമേശ് ചെന്നിത്തല പിന്തുണക്കുന്നു. എതിരാളികളായി വി.ഡി. സതീശനും കൂട്ടർ നിൽക്കുന്നു. AICCയുടെ നിലപാട് എന്തായിരിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കോൺഗ്രസ് നേടിയില്ല എങ്കിൽ കെ സുധാകരന്റെ കസേര തെറിക്കും എന്ന കാര്യം സംശയമേ ഇല്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് AICC നേതൃത്വവും, പ്രത്യേകിച്ച് KC വേണുഗോപാലും വി.ഡി. സതീശനും അടക്കമുള്ളവർ.